ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ബസ്സുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹാളിലൊന്ന് വന്നിരിക്കുകയാണ്. നേരത്തെ നമ്മൾ അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻ കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബസ്സിൻ്റെ ഫോട്ടോ വെച്ച ബാനർ അവിടെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ഗോൾഡനും വൈറ്റും കൂടെ ബലൂൺസ് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം ഫംഗ്ഷൻ നടക്കുന്ന ഹാൾ കേട്ടോ. നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. അതിനുള്ള ബലൂൺ വീർപ്പിക്കുന്ന പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത്. വളരെ വേഗം തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ ബലൂണെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാവേ. 100-200 ബലൂണുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ വീർപ്പിച്ചെടുത്തപ്പോഴത്തേക്ക് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളമൊക്കെ കുളിച്ച് അപ്പോൾ നമ്മൾ സ്റ്റേജിലെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വീട്ടിൽ പോയി ഒന്ന് റെഡി ആയിട്ട് വരാൻ വേഗം. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഞാനപ്പം വന്ന് നമ്മുടെ അനിലെയും കുഞ്ഞിനെയൊക്കെ കാണുകയാണ്. റഹമോളെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി കേട്ടോ. അങ്ങനെ അനിലെയും കുഞ്ഞിനെയൊക്കെ കണ്ടു. വസുക്കുഞ്ഞാണെന്നുണ്ടെങ്കിൽ കുറുമ്പാമ്മയുടെ കൈ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഈ സമ്മാന പൊതിയുമായിട്ട് നിൽക്കുന്ന നമ്മുടെ എമന ചേച്ചിയുടെ മോളും എമന ചേച്ചിയുമാണ് കേട്ടോ. ചേച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പോയി കാണുന്നു. ഇത് നമ്മുടെ സലീമേട്ടനാണ് കേട്ടോ. സലീമേട്ടനാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് എല്ലാം യൂട്യൂബിലിടുമെന്ന് പറയുമ്പോൾ ഉള്ള എക്സ്പ്രഷൻസ് ആണ് ഈ കാണുന്നതല്ല. ഞാനൊരു യൂട്യൂബറാന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ എല്ലാവർക്കും ചിരിയാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല. എൻ്റെ വീഡിയോസൊന്നും അത്ര പെർഫെക്റ്റ് അല്ല, മറ്റ് യൂട്യൂബേഴ്സിനെ പോലെയും അല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എങ്ങനെയുണ്ട്, എൻ്റെ വീഡിയോസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വൈകക്കുട്ടിയുടെയും അപ്പുമോൻ്റെയൊക്കെ കൂടെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ചാച്ചൻ്റെ കൂടെയും സെൽഫി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വിളിച്ച എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് മാത്രമേ വരാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങളോ സാഹചര്യങ്ങളോ കൊണ്ടൊക്കെ വരാതിരിക്കുന്നതായിരിക്കും. അതൊന്നും സാരമില്ല കേട്ടോ. നമ്മുടെ വസുക്കുട്ടൻ്റെ പേരിൽ ചേട്ടാട് നാട്ടിൽ നടത്തുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയായിരുന്നേ. ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ അപ്പൂസിൻ്റെ കയ്യിലാണ് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പൂസ് അതിൻ്റെ ഇടയ്ക്കൊരു സർപ്രൈസ് വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട്. ഒന്നും അറിയാത്ത ഒരു ഗിഫ്റ്റ് ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ ഗിഫ്റ്റ് ഞാൻ പാത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യം ഗിഫ്റ്റാണ്. നമുക്കത് വീണ്ടും കാണിച്ചിട്ടില്ല. നമ്മൾ സ്റ്റേജിൻ്റെ പുറകെ ഗിഫ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഇത് എടുത്തായിട്ട് കാണാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. ഇത് ആദ്യയുടെ ഗിഫ്റ്റാണ്. വണ്ടിയാണ്, ഫോർച്യൂണർ. ഇതിനകത്ത് പേര് എഴുതിയേക്കുന്നത് അങ്ങനെ. ഇതാണ് ഗിഫ്റ്റ്. സ്റ്റേജിൻ്റെ ബാക്കാണേ. ഞാൻ ഇവിടെ പാത്ത് വെച്ചേക്കുവാണ് കഥ അടച്ച്. അപ്പോൾ ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കേക്ക്. കട്ട് ചെയ്യാനായിട്ടുള്ള കേക്കാണിത്. അല്ലാതെ മുറിച്ച് കൊടുക്കാനായിട്ട് വേറൊരു കേക്കും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അടിപൊളി കേക്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ബർത്ത്ഡേ അങ്ങനെ നമ്മുടെ വസുക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു അടിപൊളിയായിട്ട് കട്ടൊക്കെ ചെയ്തായിരുന്നു. ഞങ്ങൾക്കിത് വളരെ വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എനിക്കും എൻ്റെ ചേട്ടായിക്കും. ഞങ്ങളുടെ ലൈഫിലോട്ട് വസുക്കുഞ്ഞ് വന്നിട്ട് 1 വർഷമായി. വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അവൻ്റെ ഓരോ നിമിഷവും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനോടൊപ്പം അവൻ്റെ ഓരോ ചിരിയിലും ഞാനും ചിരിക്കുമായിരുന്നു. അവൻ്റെ ഓരോ കരച്ചിലും ഞാനും കൂടെ കരയുമായിരുന്നു. ഒപ്പം ഞങ്ങളുടെ ചേട്ടായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിക്കൊണ്ട് ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൂസിൻ്റെ അടിപൊളി ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അപ്പൂസിൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനോട് പാട്ട് പാടണം നേരത്തെ മുതലേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അപ്പൂസിൻ്റെ പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. സത്യപ്പേരപ്പച്ചി, ഉഷപ്പേരമ്മ, അച്ചാച്ചൻ, പിന്നെ ഇതാ നമ്മുടെ മായമ്മ, നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമ്മൾ വ്ളോഗ് എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു അടിപൊളി ഫുഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വന്നവരും ഞങ്ങളൊക്കെ ഹാപ്പിയായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ വസുക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിരുന്നേ. ശ്യാമേട്ടയും മാനസയും വൈകക്കുഞ്ഞും ആദ്യമോനൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ടോ. നല്ല ഫുഡാണെന്ന് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഈ സമയത്ത് നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അപ്പൂസിൻ്റെ പാട്ട് കേട്ടുകൊണ്ട് നമ്മുടെ മായമ്മയുടെ കാശിക്കുട്ടനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ കാശിക്കുട്ടൻ, ഞങ്ങളുടെ സ്വന്തം കാശിമോൻ. അതിനുശേഷം ബർത്ത്ഡേ ബോയ് ഡാൻസ് ആയിരുന്നു കേട്ടോ. വൈകക്കുഞ്ഞ് ഡാൻസ് കളിക്കുന്ന പാട്ട് കേട്ട് അവനെന്താ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അവൻ നല്ല ഹാപ്പിയായിരുന്നു. ഇവിടെ വന്ന് ഒട്ടുമിക്ക പിള്ളേർ സെറ്റ് എല്ലാം ഡാൻസ് കളിയാണ് കേട്ടോ. ഇതാ ഒരാൾ നമ്മുടെ കയ്യിലിരുന്നാണ് ഡാൻസ് കളിക്കുന്നത്. വസുക്കുഞ്ഞാണെങ്കിൽ സ്റ്റേജിൽ കയറി നിന്ന് ഡാൻസ് കളിച്ചു കേട്ടോ. അങ്ങനെ പാട്ടും ഡാൻസും മേളമായിട്ട് നല്ല അടിപൊളി ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ തന്നെയായിരുന്നു കേട്ടോ. ഞാനും ചേട്ടയൊക്കെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ശരിക്കും ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. നല്ലൊരു നൈറ്റായിരുന്നു. എല്ലാത്തിനും ഉപരി ഞാൻ എൻ്റെ ഈശ്വരനോടാണ് നന്ദി പറയുന്നത്. എനിക്കിതുപോലെ നല്ലൊരു കുഞ്ഞിനെ തന്നേനെ കേട്ടോ. അപ്പം നമ്മുടെ വസുക്കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.